അമ്പലപ്പുഴ കാക്കാഴം 363 നമ്പർ SNDP യൂണിയന്റെ ഗുരുമന്ദിരം തൽക്കാലം പൊളിച്ചു നീക്കില്ല. മെയ് 20 കോടതി പരിഗണിച്ച ശേഷമേ തീരുമാനമുണ്ടാകുമെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. നിക്ഷേപ തട്ടിപ്പിന്റെ പേരിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ശ്രീനാരായണ ഗുരുമന്ദിരം പൊളിച്ചു നീക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു. ജനം ഇമ്പാക്ട് ഇവരുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, ഈ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ഗുരുമന്ദിരം പൊളിച്ചു നീക്കുന്നതിനെ വ്യാപകമായ വിമർശനമാണ് ഉണ്ടായതിന് ഭക്തർ നാമജപ പ്രതിഷേധമടക്കം രംഗത്ത് വന്നിരുന്നു. ജനം TV-യാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇത് പൊതുസമൂഹം ഏറ്റെടുത്തതോടുകൂടി ഈ ഒരു വിഷയം വലിയ ചർച്ചയായതോടുകൂടിയാണ് ഈ കോടതി പരിഗണനയിലുള്ള വിഷയം ആ കോടതി തീരുമാനം വരുന്നത് വരെ തൽക്കാലം നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടവർ ഈ പൊളിച്ചു നീക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് രംഗത്ത് വന്നവർ തയ്യാറായിരിക്കുന്നത് അല്ലേ? തീർച്ചയായും വലിയ പ്രതിഷേധമായിരുന്നു ഇവിടെ ഇന്നലെ മുതൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അവർ പിരിഞ്ഞു പോയിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇപ്പോൾ തൽക്കാലം ഈ ഒരു പൊളിച്ചു നീക്കാനുള്ള തീരുമാനം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു എങ്കിൽ പോലും മെയ് 20 കോടതി ഇത് വീണ്ടും പരിഗണിക്കും. അതിനു മുൻപ് ഈ പോലീസിനോടും ഒപ്പം തന്നെ റിസീവർ ഭരണത്തിലാണ് ഈ നിലവിൽ ഈ ഒരു ഗുരുമന്ദിരവും ഇവിടുത്തെ സ്ഥലവും ഒക്കെ ഉള്ളത്. ആ റിസീവറോടും കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. മെയ് 20 കോടതി ഈ റിപ്പോർട്ടുകളൊക്കെ പരിഗണിച്ച ശേഷമായിരിക്കും പിന്നീട് ഏത് തരത്തിലേക്ക് പോകണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇവർ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുകയാണ്. വരും ദിവസങ്ങളിലും ഇവർ നാമം ജപിച്ച് ഇവിടെ പ്രതിഷേധിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കാക്കാഴം നീർക്കുന്നം ഭാഗത്ത്, അതായത് ദേശീയപാതയോട് ചേർന്ന് 14 സെന്റ് സ്ഥലവും ഒരു ഗുരുദേവ മന്ദിരവുമാണ് ഈ SNDP യൂണിയൻ്റെതായി ഇവിടെ ഉള്ളത്. ബാക്കി വേറെ സ്വത്തുവകകളൊക്കെ ഉണ്ട്. പക്ഷെ അതുമൊക്കെ ഈ ജപ്തി നടപടികളിലേക്കൊക്കെ പോയി ജപ്തിയുടെ ഭാഗമായി ബാങ്കുകളടക്കം അറ്റാച്ച് ചെയ്ത ഒരു അവസ്ഥയിലാണ്. പിന്നീട് ഉള്ളത് ഈ ഒരു 14 സെന്റ് സ്ഥലവും ഗുരുമന്ദിരവുമാണ്. ഈ ഒരു സ്ഥലം ദേശീയപാതയോരത്ത് കിടക്കുന്ന ഈ സ്ഥലത്തിന് കോടികൾ വില വരും. ഈ സ്ഥലം വിറ്റ് നിക്ഷേപകരുടെ കടം വീഴണം എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് മുൻ പ്രസിഡന്റും സെക്രട്ടറിയും നേടിയ ഒരു ഉത്തരവായിരുന്നു ഇത്. കാരണം ഇത് ഈ മുൻ പ്രസിഡന്റും സെക്രട്ടറിയും വർഷങ്ങളായി ഇവിടെ ഒരു ഭരണസമിതിയോ തെരഞ്ഞെടുപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല. മുൻ പ്രസിഡന്റും സെക്രട്ടറിയും അവർ നടത്തിയ ഒരു സ്വകാര്യ ട്രസ്റ്റ്. പക്ഷേ ആ ട്രസ്റ്റ് ഈ SNDP ശാഖായോഗത്തിൻ്റെതെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ പറ്റിച്ച് അവരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുകയും പിന്നീട് ആ ട്രസ്റ്റ് പൊട്ടുകയും ആ നിക്ഷേപകരുടെ കടം വീടാനായി ഗുരുമന്ദിരത്തിന്റെ അടക്കം സ്ഥലവും ഒക്കെ വിറ്റ് ആ നിക്ഷേപകരുടെ കടം വീഴണമെന്നായിരുന്നു കോടതിയുടെ ഉത്തരവ് വന്നത്. പക്ഷേ ഇത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് നേടിയതാണ്. ആ ഒരു കാര്യത്തിലായിരുന്നു ഈ ഇവിടുത്തെ ഭക്തർക്കൊക്കെ പ്രതിഷേധമുള്ളത്. കാരണം ഈ സ്വകാര്യ വ്യക്തികൾ മുൻ പ്രസിഡന്റും സെക്രട്ടറിയും നടത്തിയ തട്ടിപ്പിൽ ഈ ഗുരുമന്ദിരവും ഈ സ്ഥലവും ഒക്കെ ഇരയാക്കപ്പെടുകയായിരുന്നു എന്നാണ് ഈ ഭക്തജനങ്ങൾ ആരോപിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇവരുടെ ഒരു പ്രതിഷേധം തുടരും. മെയ് 20 ഇതിൽ ഒരു തീരുമാനം വരും എങ്കിൽ പോലും ഇവർ ഇനിയും ഇവിടെ നാമം ജപിച്ച് പ്രതിഷേധിക്കും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സന്തോഷം, താൽക്കാലികമായുള്ള ഒരു ആശ്വാസമാണ് 20-ാം തീയതി കോടതി കേസ് പരിഗണിക്കുന്നത് വരെ നിർത്തിവെക്കാനുള്ള ഈ ഒരു നടപടി. ഏത് തരത്തിലാണ് അവർ ഈ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നത്? അവരുടെ പ്രതികരണങ്ങൾ നമുക്ക് തേടാമെന്ന് തോന്നുന്നു. തീർച്ചയായും അവർ ഇപ്പോഴും ഇവിടെ ഉണ്ട്. നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കൂടി തേടാം. അവരിപ്പോഴും ഇവിടെ നാമം ജപിച്ച് പ്രതിഷേധിക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ കോടതി നടപടികളൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. 20-ാം തീയതി മാത്രമേ ഇനി ഇതിലേക്കൊക്കെ കോടതി ഇനി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കത്തുള്ളൂ. നിങ്ങൾ ഇത്രയും നേരം പ്രതിഷേധിച്ചു, സന്തോഷമുണ്ടോ ഇപ്പോൾ ഒരു തീരുമാനം? സന്തോഷമായി, ഞങ്ങൾക്ക് സന്തോഷമായി. മനസ്സ് നിറഞ്ഞുള്ള സന്തോഷമായി. ഞങ്ങൾക്ക് ഭയങ്കര തീരുമാനമായതിന് സന്തോഷമുണ്ട്. അത് നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇവർ ഈ താൽക്കാലികമാണെങ്കിൽ പോലും ഇവർക്ക് വലിയ ഒരു ആശ്വാസം തന്നെ ആയിരിക്കുകയാണ്. കാരണം ഇന്നലെ ഉച്ച മുതൽ, അതായത് ഈ ഒരു SNDP ഗുരുമന്ദിരം പൊളിച്ചു മാറ്റുമെന്ന് അറിയിപ്പ് കിട്ടിയ ഉടൻ തന്നെ ഇവിടെ വന്ന ആളുകളാണ്. ഇന്നലെ രാത്രിയിൽ പോലും ഇവർ വീട്ടിലൊന്നും പോകാതെ ഇവിടെ തുടരുകയായിരുന്നു. പോലീസ് ഇത് പൊളിക്കുമ്പോൾ പ്രതിഷേധം ഉണ്ടാകുന്നത് തടയാൻ ബാരിക്കേഡുകൾ അടക്കം ഇന്നലെ വൈകിട്ട് തന്നെ സ്ഥാപിച്ചിരുന്നു. നമ്മളിന്നലെ ആ ദൃശ്യങ്ങളൊക്കെ നൽകിയതാണ്. ആ ബാരിക്കേഡ് സ്ഥാപിച്ച് വലിയ പ്രതിഷേധം തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ ഇത് പൊളിക്കാനായി പോലീസ് എത്തിയത്. ആ സമയത്ത് ഇവർ വലിയ രീതിയിൽ പ്രതിഷേധിച്ചു. അങ്ങനെ ആ തീരുമാനം മാറ്റുകയും 20-ാം തീയതിയിലേക്ക് മാറ്റുകയും ചെയ്തു. താൽക്കാലികമാണെങ്കിൽ പോലും വളരെ വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഇവിടെയുള്ളവർ ഉള്ളത്. ഒപ്പം തന്നെ ഈ പൊളിക്കാനുള്ള ഈ ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയവർ, ഈ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇപ്പോൾ കോടതി നിലപാടിനെ കാത്തു നിൽക്കുന്നവർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? അവരുടെ ഒരു നിലപാട് എന്താണ്? കാരണം 20-ന് കോടതി പരിഗണിച്ച ശേഷം
കോടതിയുടെ ഭാഗത്തു നിന്നും തങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടുണ്ടാവുകയാണെങ്കിൽ അതും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അവർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയുടെ ആ ഒരു ഇടപെടലും ഇനിയുള്ള ആ ഒരു നിരീക്ഷണവും അത്രത്തോളം പ്രധാനപ്പെട്ടതുമാണല്ലേ? തീർച്ചയായും ഇവിടെ ഇത്രയും വലിയൊരു പ്രതിഷേധം ഉണ്ടായൊരു സാഹചര്യത്തിൽ കോടതിയുടെ ഇടപെടലും കോടതിയുടെ ഇനിയുള്ള തീരുമാനങ്ങളും ഒക്കെ നിർണായകമാണ്. കാരണം നമ്മൾ അവരിൽ നിന്ന് തന്നെ കേട്ടു, ഇനി ഒരു പൊളിക്കാനായി ഇനി വരികയാണെങ്കിൽ ഞങ്ങൾ ഇനിയും പ്രതിഷേധിക്കും, ഞങ്ങൾ ജീവൻ കൊടുത്തു പോലും പ്രതിഷേധിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഈ KP ചോദിച്ചതുപോലെ തന്നെ ഒരു നിക്ഷേപക തട്ടിപ്പിന്റെ പേരിലാണ് കോടതിക്ക് പോലും തെറ്റിദ്ധാരണ സംഭവിച്ച് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പൊളിച്ചു മാറ്റുക, സ്ഥലം വിൽക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയത്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ കാലമായി തുടർന്ന ഒരു ഭരണസമിതി അവർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഉള്ള നിലവിലെ ഭരണസമിതി സെക്രട്ടറി അടക്കമുള്ളവർ പറയുന്നത്. അങ്ങനെ തന്നെയല്ലേ കാര്യം? അതെ 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 ഇത് പഴയ ഭരണസമിതി, ഇതിനകത്ത് സംഘടനാ സംവിധാനത്തിൽ വന്ന ഒരുപാട് വീഴ്ചകളുണ്ട്. SNDP ശാഖായോഗങ്ങളിൽ സാധാരണ 3 വർഷത്തേക്കാണ് ഭരണസമിതി. പക്ഷേ ഒരു സെക്രട്ടറി 1987 മുതൽ 2022 വരെ ഈ ശാഖായോഗത്തിൻ്റെ സെക്രട്ടറിയായിട്ട് അനിശ്ചിതനായിട്ട് തുടർന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ ക്രമം വിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ മൂലമാണ്. അപ്പോൾ അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചത് ഈ ശ്രീനാരായണ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർ 7 പേര് ചേർന്നുണ്ടാക്കിയ സ്വകാര്യ ട്രസ്റ്റ്, ഈ കെട്ടിടത്തിലെ ഓഫീസിൽ, അവരുടെ ഓഫീസ് ഈ കെട്ടിടത്തിലായിരുന്നു എന്നുള്ള ഒരൊറ്റ കറ്റം മാത്രമേ ശാഖായോഗത്തിനുണ്ടായിട്ടുള്ളൂ. പിന്നെ ശാഖായോഗത്തിനൊരു ബാധ്യതയുണ്ട്. അത് ഇവിടെ ഓഡിറ്റോറിയം പണിയുന്നതിന് ഫെഡറൽ ബാങ്കിൽ നിന്ന് 85 ലക്ഷം രൂപയോളം ലോൺ എടുത്തിട്ടുണ്ട്. ഈ ലോൺ എടുത്തത് ഏതാണ്ട് 55 ലക്ഷം രൂപ ബാക്കിയുള്ളപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും തിരിച്ചടവ് മുടങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ ബാങ്കുമായിട്ടുള്ള ഒരു ബാധ്യത അത് ശാഖായോഗത്തിൻ്റെ ബാധ്യതയാണ്. പക്ഷേ ഈ നിക്ഷേപകരിൽ നിന്ന് പണം സ്വീകരിച്ചത് ശാഖായോഗമല്ല, ശാഖായോഗത്തിൻ്റെ സെക്രട്ടറി അല്ല, അത് SN ട്രസ്റ്റിൻ്റെ ഈ കൊല്ലത്ത് പ്രവർത്തിക്കുന്ന SN ട്രസ്റ്റ് അല്ല, ശ്രീനാരായണ ട്രസ്റ്റ് കാക്കാഴം എന്ന് പറയുന്ന ഇവർ തട്ടിക്കൂട്ടിയ ഒരു ട്രസ്റ്റ്. അത് ഗവൺമെൻറ്റിനെ വെട്ടിക്കാൻ വേണ്ടിയിട്ട് അവർ തട്ടിക്കൂട്ടിയതാണ്. ഇവിടെ നേരത്തെ പ്രവർത്തിച്ചു വന്നിരുന്ന എല്ലാ ശാഖായോഗങ്ങളിലും സാധാരണ NSSലാണെങ്കിൽ ജന്മനക്ഷത്ര ഫണ്ട്, SNDPയിലാണെങ്കിൽ ചതയ ഫണ്ട്. നിക്ഷേപകരുടെ ഒരു സംഘടനയുണ്ട്, അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്, അവരുമായിട്ട് നിങ്ങൾ സംസാരിച്ചിരുന്നു? ഇല്ല, നിക്ഷേപകരുടെ സംഘടനയായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. കാര്യം നിക്ഷേപകരുടെ സംഘടനയുടെ തലപ്പത്ത് ഇവിടുത്തെ ഭൂമാഫിയയും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരും ഒക്കെയാണ് കടന്നുകൂടിയിരിക്കുന്നത്. അവർക്ക് ഇതിൻ്റെ തലപ്പത്ത് അവർക്ക് വേണ്ടിയിട്ട് കേസ് വാദിക്കുന്നവർ നിക്ഷേപകരോട് ആത്മാർത്ഥതയുള്ളവരല്ല. ഇപ്പം തന്നെ ഏതാണ്ട് 10 കോടി രൂപയോളം പല വസ്തുക്കളും വിറ്റിട്ടും ഈ നാഷണൽ ഹൈവേയിൽ നിന്ന് ഈ ഭൂമി ഏറ്റെടുത്തതിൻ്റെ കോമ്പൻസേഷനായിട്ടും ഒക്കെ റിസീവറുടെ കൈവശമുണ്ട്. ഒരു പൈസ പോലും നിക്ഷേപകർക്ക് കൊടുത്തിട്ടില്ല. എത്രയോ നിക്ഷേപകർ മരിച്ചു പോയിരിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് സംശയമുള്ളത്, ഈ റിസീവർ അഡ്വക്കേറ്റ് ASP കുറുപ്പ് ഇതുവരെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും മറ്റുള്ളവർ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ എത്ര നിക്ഷേപകർക്ക് എത്ര രൂപ കൊടുക്കാനുണ്ട്? ഈ ശ്രീനാരായണ ട്രസ്റ്റിൽ നിന്ന് ലോൺ എടുത്തവരിൽ നിന്ന് എത്ര രൂപ ഇനി പിരിഞ്ഞു കിട്ടാനുണ്ട്? അവരിൽ നിന്ന് ആരിൽ നിന്ന് ഒരു പൈസ പോലും പിരിച്ചെടുക്കാനായിട്ട് ഈ റിസീവർ ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. അതെന്താണ്? അതോടൊപ്പം തന്നെ ഇവിടെ 10 കടമുറികളുണ്ടായിരുന്നു. 2022 ഏപ്രിൽ വരെ ഈ കടമുറികളുടെ വാടക റിസീവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൂടാതെ അപ്പുറം കിഴക്ക് വശത്ത് ഒരു 21 സെൻറ്റ് സ്ഥലം ഒരു SN പാരലൽ കോളേജ് പ്രവർത്തിച്ചിരുന്നു. അത് പിന്നീട് ഒരു വ്യാപാരിയുടെ ഗോഡൗണായിട്ട് പ്രവർത്തിക്കുവാൻ തുടങ്ങി. റിസീവറുടെ സമയത്താണ്. ആ ഭൂമി മൊത്തം നാഷണൽ ഹൈവേയിൽ 21 സെൻറ്റ് സ്ഥലം വാടകയ്ക്ക് കൊടുത്താൽ എന്ത് വാടക കിട്ടുമെന്ന് നിങ്ങൾക്ക് ഇപ്പം അറിയാം. എത്ര വർഷങ്ങൾ ഹാർഡ്വെയർ വ്യാപാരി അത് വാടകയ്ക്ക് ഉപയോഗിച്ചു. ഓഡിറ്റോറിയം ഇടയ്ക്ക് കുറച്ച് നാൾ കല്യാണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഇരുന്നു. അതിൻ്റെ വാടക, അതിൽ 24ഓളം റൂമുകളുണ്ടായിരുന്നു, അത് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ വാടക ഇനത്തിൽ എത്ര രൂപ കിട്ടി? റിസീവർ ആയിരുന്നു ഇത്രയും നാളും ഇതൊക്കെ കൈവശം വെച്ചിരുന്നത്. 2007 മുതൽ ഈ റിസീവറാണ് ഇത് കൈവശം വെക്കുന്നത്. ഈ കാലയളവിൽ ഭക്തരുടെ പ്രതിഷേധം ഫലം കണ്ടിരിക്കുകയാണ്. പൊതുസമൂഹത്തിന്റെ ഇടപെടൽ ജനം TV വാർത്തയെ തുടർന്നാണ് ഇക്കാര്യം പൊതുസമൂഹം ഏറ്റെടുത്തത്. ഏതായാലും ഈ കോടതി വിധി വരുന്നതുവരെ ഈ ഒരു തീരുമാനത്തിലേക്ക് വിളിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ സന്തോഷത്തിലാണ്, നിറഞ്ഞ മനസ്സോടെയാണ് ഭക്തജനങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്തത്. നിഷ ദിലീപാണ് വിശദാംശങ്ങൾ നൽകിയത്.